പ്രിയരെ, ആമേൻ, ഹല്ലേലൂയ. ആരൊക്കെയോ എന്നെ കേൾക്കുന്നവർ ഒത്തിരി ഭയത്തിൽ ആയിരിക്കുന്നു. അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഭയം. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരുമെന്നുള്ള ഭയം. ആമേൻ, ഹല്ലേലൂയ. ഇനി ആ ജോലിയിൽ ഞാൻ എങ്ങനെ തുടരുമെന്നുള്ള ഭയം. അങ്ങനെ ഒത്തിരി പേര് ഈ കാലഘട്ടത്തിൽ ഭയത്തിലായിരിക്കും. ഹല്ലേലൂയ. ഭയം എന്ന് പറയുന്നത് നമ്മളെ ശാരീരികമായും മാനസികമായും നമ്മളെ തളർത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട. ഏറ്റവും കൂടുതൽ ബൈബിളിൽ ഉച്ചരിച്ചിട്ടുള്ള ഒരു വാക്യമാണ് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഓരോ ദിവസവും നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറയാനുള്ള മെയിൻ റീസൺ ഇത് മാത്രമാണ്. നമ്മൾ മനുഷ്യരാണ്. നമ്മൾ മുന്നോട്ടുള്ള ജീവിത യാത്രകളിൽ ഓരോ വിഷയങ്ങൾ ഒന്നിന് പുറകെ ഒന്നൊന്ന്, ഒരു വിഷയം മാറുമ്പോൾ അടുത്ത വിഷയം, അങ്ങനെ വിഷയങ്ങൾ കയറി വരാൻ വളരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീ ഭയപ്പെടേണ്ട. ഇവിടെ നോക്കണം, ഹല്ലേലൂയ. ഭയത്തിൽ കഴിയുന്നവരോട് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തിനകത്ത്, ആമേൻ, ഹല്ലേലൂയ, ആ ഭയത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതമായിരിക്കാം, ഒരുപക്ഷെ ആമേൻ, ഹല്ലേലൂയ, ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ ഭയത്തെ തമ്പുരാൻ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ ഈ ദൂത് കേൾക്കുമ്പോൾ, ആമേൻ, എന്താണ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ, കർത്താവിൽ ആശ്രയിക്കാം, ദൈവത്തിൽ തന്നെ ആശ്രയിക്കാം. ഒരുപക്ഷെ നമ്മൾ മനുഷ്യരിൽ ആശ്രയിച്ചാൽ നമ്മൾ താളടിയാകുവാൻ ചാൻസ് ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യർ പറയുന്ന വാക്കുകൾ കേട്ടാൽ, ആമേൻ, ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട്. മനുഷ്യർ പറയുന്ന റൂട്ടിൽ നമ്മൾ സഞ്ചരിച്ചാൽ ഒരുപക്ഷെ നമ്മൾ വീണു പോകുവാനും പരാജയപ്പെടുവാനും താളടിയാകുവാനും ചാൻസ് ഉണ്ട്. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് നമ്മൾ മുന്നേറുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയാകും. ആമേൻ. ഞാനിവിടെ ഒരു കാര്യം പറയാം, ഹല്ലേലൂയ. ഭയത്തോടെ ആയിരിക്കുന്നവർ ഇന്നു മുതൽ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ എന്തിൽ തൊട്ടാലും പരാജയമാണ് നിങ്ങളുടെ കൺമുൻപിലുണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ, ആമേൻ, ശത്രു പദ്ധതി ഇട്ടതിൻ്റെ മേൽ നിങ്ങൾക്ക് ജയം വേണമെങ്കിൽ നിങ്ങൾ ഈ യേശുവിനെ ആശ്രയിച്ച് ആമേൻ, ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ ശുശ്രൂഷയിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജോലിയിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന ഏത് മേഖലയിൽ ആയിക്കൊള്ളട്ടെ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. ഈ ഭയം കൊണ്ടിട്ട് നിങ്ങളെ, ആമേൻ, വല്ലാത്ത അസ്വസ്ഥതപ്പെടുത്തുന്ന ആ മേഖലയെ നോക്കി, ആമേൻ, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. സകലത്തിലും എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല കാര്യങ്ങളിലും മതിയായ ഒരുവനുണ്ടെന്ന് പറഞ്ഞാൽ അത് സർവശക്തനായ ദൈവമല്ലാതെ വേറെ ആരുമില്ല. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്തൊക്കെ, ആമേൻ, സർവശക്തനായ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന കുഞ്ഞെ, മാതാവേ, പിതാവേ, ഹല്ലേലൂയ, നിങ്ങൾ പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളെ ഭയം കൊണ്ടിട്ട് നിങ്ങളെ ഉറക്കം കെടുത്തുന്ന, നാളെ എന്തായിത്തീരും, ആ കാര്യം എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യും എന്ന് ഹല്ലേലൂയ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളോടുള്ള ദൂതാണ്, ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങൾ ഭയം മാറിപ്പോകും. ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങൾ നീറുന്ന വിഷയങ്ങൾ മാറിപ്പോകും. ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങൾ കരയുന്ന കണ്ണുനീരിനെ മറികടക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. ദൈവം അവിടെ നിന്ന് അതിനകത്ത് സൊല്യൂഷൻ ഉണ്ടാക്കിത്തരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട. ഒരേ ഒരാളാണ് പറഞ്ഞത്, സർവശക്തനായ ദൈവം. ആമേൻ, ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട, നിന്നോട് കൂടെ ഞാനുണ്ട്. നീ വെള്ളത്തിൽ കൂടെ നടന്നാൽ വെള്ളം നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ നീ വെന്ത് പോകത്തില്ല എന്ന് പറഞ്ഞ
ഒരേ ഒരു സർവശക്തനായ ദൈവം നമ്മുടെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ പരാജയപ്പെടുവാൻ അനുവദിക്കത്തില്ല. നിങ്ങൾ ഭയപ്പെടുന്ന വിഷയം, ഒരുപക്ഷെ ഓഫീസിൽ നിങ്ങൾ ഭയമുണ്ടായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഭയമുണ്ടായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഭയമുണ്ടായിരിക്കാം, എൻ്റെ ജീവിതത്തിൽ ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമെന്നുള്ള ഭയമുണ്ടായിരിക്കാം, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് ഭയമുണ്ടായിരിക്കാം, നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾക്ക് ഭയമുണ്ടായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഭയമുണ്ടായിരിക്കാം. എന്നാൽ ഈ സർവ്വ കാര്യങ്ങളും, ഈ സകല കാര്യങ്ങളും കർത്താവിൽ ഏൽപ്പിച്ച് എന്നെ കരുതുന്ന, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ വായുകളെ തുറന്നു പറ. നിങ്ങളുടെ ഭയം ഇപ്പോൾ തന്നെ മാറിപ്പോകും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ വിഷയം ഇപ്പോൾ തന്നെ മാറിപ്പോകും. നിങ്ങൾ കരയുന്ന കണ്ണുനീർ ഇപ്പോൾ തന്നെ അത് മാറിപ്പോകും. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.